ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമുക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ റയ്യാൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം റയ്യാന് കുറച്ച് സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അതെല്ലാം പാളിപ്പോയി. അവൻ തന്നെ പാളിച്ച് കളഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ അവനെ ഒരുക്കിയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ഇക്കായും കൂടെ കൂടിയിട്ട് അവനറിയാതെ അവനിക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് പോകുന്നതാണ്. അവൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവനിക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെ കരുതി ഞങ്ങളൊരു സൈക്കിൾ വാങ്ങാനായിട്ട് പോരുകയാണ്. അവിടെ ഒരുപാട് ഐറ്റം സൈക്കിളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കി അവസാനം ഞങ്ങളൊരു സൈക്കിൾ എടുത്തു, ഒരു റെഡ് കളർ വരുന്നത്. അങ്ങനെ ആ സൈക്കിൾ വാങ്ങിച്ചിട്ട് അത് ഞങ്ങൾ കാറിൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും അത് കാറിൽ തന്നെ കയറ്റി ഞങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ അവന്മാർക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ടെക്സ്റ്റൈൽസിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ റസലിനും റയാനും കൂടെ കൂടിയിട്ട് ഒരേ ജോഡി ഡ്രസ്സ് എടുത്തു. ഇതൊന്നും അവന്മാർക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് കരുതിയാണ്. അവർക്ക് ഈ ചെറുത് ഒരേ സർപ്രൈസ് കിട്ടുമ്പോഴാണ് അവർക്ക് വളരെയേറെ സന്തോഷമാകുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി. എന്നിട്ട് വൈകുന്നേരം ഞാനും റസലും കൂടി അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം അവൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ സൈക്കിളൊന്നും നോക്കുന്നില്ല. അവൻ നേരെ എൻ്റെ അടുക്കിലേക്കാണ് വരുന്നത്. സൈക്കിളെന്ന് പറയുന്ന സാധനമേ അവൻ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പറ്റി. ഞാൻ ഏറ്റവും ഫ്രണ്ടിലെടുത്ത് വെച്ചിരുന്നതാണ്. അവൻ അത് കണ്ടിട്ട് അവൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാമെന്ന് ഓർത്ത്, പക്ഷെ അത് നടന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓടിപ്പോയത് നോക്കുവാണ്. പിന്നീട് രണ്ടുപേരെ കൂടി അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റി. രണ്ടുപേരും കൂടെ കൂടിയിട്ട് സൈക്കിളിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഷൂ എടുത്ത് കൊടുത്ത്, ഇത് അവൻ്റെ അവനിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. അവൾ ഓൺലൈൻ വഴി വരുത്തി എന്നെ ഏൽപ്പിച്ചിട്ട് ഒരാഴ്ചയായി. ഞാൻ അതുവരെ അവനെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അതെടുത്ത് കൊടുക്കുന്നത്. അപ്പോഴും വലിയ സന്തോഷമായി അവനിക്ക്. എന്നിട്ട് അവനിക്ക് ബനിയനും എല്ലാം കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ സൈക്കിളിൽ തന്നെയായിരുന്നു രാത്രി ആവുന്നിടം വരെയും സൈക്കിളിൽ തന്നെ ചവിട്ടിക്കൊണ്ട് നടന്നു. അതിനുശേഷം സന്ധ്യ കഴിഞ്ഞിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഞാനുണ്ടാക്കിയ ആ ചെറിയ കേക്ക് അവന്മാർ മുറിച്ച് കഴിച്ചു. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. റയാന് വളരെയേറെ സന്തോഷമായി. ഇതൊന്നും അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബർത്ത്ഡേക്ക് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ലെന്നാണ് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നത്. കേക്ക് ഉണ്ടാക്കിയത് മാത്രമേ അവൻ അറിഞ്ഞുള്ളായിരുന്നു, ബാക്കിയൊന്നും അവൻ അറിഞ്ഞില്ല. പക്ഷേ അന്നേരം വൈകുന്നേരം വന്നപ്പോഴത്തേക്കും അവനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെയേറെ സന്തോഷമായി പോയായിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.